അപ്പോൾ ഭീമാപള്ളി മഹല്ല് സാംസ്കാരിക സമിതിയുടെ കെയർ ഓഫിലാണെങ്കിൽ എല്ലാ വർഷവും റമദാൻ 27-28 ആവുന്ന സമയത്താണെങ്കിൽ ഇവർ നല്ല രീതിയിൽ ഗ്രാൻഡായിട്ടുള്ള ഇഫ്താറും ഉണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ അർഹരായിട്ടുള്ളവർക്കാണെങ്കിൽ റമദാൻ സ്പെഷ്യൽ കിറ്റൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് ഒരു ചെറിയൊരു പേപ്പറിലാണെങ്കിൽ പേപ്പർ പ്ലേറ്റിലാണെങ്കിൽ കുറേ ഫ്രൂട്ട് ഐറ്റംസുകളും 2-3 സ്നാക്സ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ നല്ല അടിപൊളി ബീഫും മട്ടൻ ഡാൽസയും അടങ്ങിയിട്ടുള്ള നല്ല കിടില നെയ്ച്ചോറാണ് കിട്ടിയിട്ടുള്ളത്. ഭീമാപള്ളി മഹൽ സാംസ്കാരിക സമിതിയുടെ 9ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഇന്നത്തെ റമദാൻ റിലീഫ്, അതുപോലെ തന്നെ പെരുന്നാൾ കോടികൾ, അതുപോലെ നിർധരരായ രോഗികൾക്കുള്ള മെഡിസിൻ, അതുപോലെ തന്നെ നമ്മളെ ഒരു വീടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ധനസഹായം, അതുപോലെ വൈഡായിട്ടുള്ള രീതിക്ക് നല്ലൊരു നോമ്പ് തുറ 2000-ലധികം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ വർഷവും നടത്തുന്ന പോലെ ഈ വർഷവും ഗ്രാൻഡായിട്ട് നടത്തുവാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. സാംസ്കാരിക സമിതിയുടെ പ്രവാസി പ്രസിഡന്റാണ് ഞാൻ. നമ്മളിവിടെ പ്രവാസി പ്രവർത്തകരായ സഹപ്രവർത്തകർ അവരുടെ സഹകരണത്തോടു കൂടിയാണ് ഈ പരിപാടി എല്ലാ വർഷവും നല്ല ഗ്രാൻഡായിട്ട് നടക്കുന്നത്. ഭീമാപള്ളി മഹൽ സാംസ്കാരിക സമിതിയുടെ 9ാം വാർഷിക പരിപാടിയാണ്. പിന്നെ നോമ്പ് തുറക്കലും പുതുവസ്ത്രങ്ങൾ കൊടുക്കലും. വി രാജേഷ് അഡ്വക്കേറ്റ്, തിരുവനന്തപുരം കോർപ്പറേഷൻ. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അൽ ഹാഫിസ് കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി, ചീഫ് ഭീമാപള്ളി മഹല്ല് സാംസ്കാരിക സമിതി. ഗുഡ്. ഭീമാപള്ളി ചീഫ് ഇമാമ് പ്രോഗ്രാമോടനുബന്ധിച്ചിട്ട് ആയിരിക്കും. അപ്പോൾ ചോറൊക്കെ ആണെങ്കിൽ സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ബേസിനിലേക്കാണ് സംഭവം ചോറൊക്കെ ആണെങ്കിൽ സംഭവം സെറ്റായി കൊടുക്കുന്നത് ഉണ്ടായിരുന്നു. ഇതാ ഫ്രൂട്ട്സ് ഐറ്റംസിലൊക്കെയാണ് ഇതാ ബ്രോ കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ നെച്ചോറാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് സംഭവം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നോമ്പ് തുറക്കാൻ വേണ്ടി വലിയ സമയമില്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ്. ഏകദേശം 350ഓളം ആൾക്കാർക്കാണെങ്കിൽ അറ്റ് എ ടൈമിൽ ഇരിക്കണം. അപ്പൊ ഫ്രൂട്ട്സ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ എല്ലാ സംഭവം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ആണെങ്കിൽ നെച്ചോറ് സംഭവം റെഡിയാക്കി വെക്കുന്നതാണ്. ഡാൽസ്യ ഉണ്ട്, അതുകൂടാതെ തന്നെ ബീഫും ഉണ്ട് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി കഴിക്കാം. അതുപോലെ തന്നെ നെച്ചോറൊക്കെ വിളമ്പിക്കൊണ്ട് ഇപ്പുറത്തെ സൈഡിലും വളരെ ഫാസ്റ്റ് ആയിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഭീമാപള്ളി മഹല്ല് സാംസ്കാരിക സമിതിയുടെ കെയർ ഓഫിലാണെങ്കിൽ ഗ്രാൻഡ് ആയിട്ടുള്ള ഇഫ്താർ വിരുന്നുകളൊക്കെ നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഇതാ ഫ്രൂട്ട്സ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഇതാ സംഭവം സെറ്റാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്നത് ഭീമാപള്ളി സാംസ്കാരിക സമിതിയുടെ എല്ലാ വർഷവും നടക്കുന്ന പോലത്തെ സമൂഹ നോമ്പ്. ഈ റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കൽ പരിപാടി ഇവർ സംഘടിപ്പിച്ച് തുടർച്ചയായിട്ട് ഭീമാപള്ളി മഹല്ല് സാംസ്കാരിക സമിതിയുടെ കെയർ ഓഫിലുള്ള നല്ല അടിപൊളി നോമ്പ് തുറ വിശേഷങ്ങളാണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഫുഡ് ഐറ്റംസിലുണ്ടെന്ന് നോക്കിയോ. കുറേ ഫ്രൂട്ട്സ് ഐറ്റംസുകളും സമൂസയും കിണ്ണത്തപ്പം ഡേറ്റ്സും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് നെച്ചോറും ബീഫും നല്ല മട്ടൻ ഡാൽസയും അടങ്ങിയിട്ടുള്ളതാണ് നമുക്ക് ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയുള്ള ഫുഡ് ഐറ്റംസുകൾ.
വരാൻ പറ്റുമോ? എന്നിട്ട് തന്നെ അവിടെ അങ്ങോട്ട് പോകാൻ പ്രശ്നമൊക്കെ ഇങ്ങനെ കുഴപ്പമില്ല. അറിയണ്ടോ ഞാൻ കൊടുത്തെടുക്കാം ബാക്കി വന്നോ വാ വാടാ ഞാൻ എടുക്കണോ നോക്കണം കൂപ്പൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ